യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് എന്നതിന്റെ ബാക്കി ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? നമ്മളിപ്പം അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ആ സീക്വൻസ് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ എന്താണ് ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മിഡിൽ ടേം എഴുതാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ടേമിന്റെയും തേർഡ് ടേമിന്റെയും സമ്മില്ലേ രണ്ടിന്റെയും കൂടി കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ എന്താണ് അതിന്റെ മിഡിൽ ടേം കിട്ടും അല്ലെ? ഇനി വേണ്ട ഫിഫ്ത് ടേമും സെവൻത് ടേമും ആണ് തന്നെങ്കിൽ സിക്സ് ടേം ആണെങ്കിൽ എന്താണ് ഈ ഫിഫ്ത് ടേമും എന്താണ് സെവൻത് ടേമും പ്ലസ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ സിക്സ് ടേം ചെയ്യും. ഓക്കെ, അതിന്റെ ബാക്കിലുള്ള നമ്പറും പിന്നെ മുന്നിലുള്ള നമ്പറും കൂടി കൂട്ടിയിട്ട് രണ്ടിനോട് ഡിവൈഡ് ചെയ്താൽ എന്താണ് ആ നടുക്കത്തെ നമ്പർ കിട്ടും അല്ലെ? ഇനി കുറെ ടേം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 10. നോക്കൂ, അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. ഓക്കെ, ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേം ഈസ് 250. ക്യാൻ യു ഫൈൻഡ് ദ സീക്വൻസ്? അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എത്രയാണ്? 250 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 250 എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്താ തന്നിരിക്കുന്നത്? 10. ഫസ്റ്റ് ടേം 10 എന്ന് തന്നു അല്ലെ? ഈ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് പറയുമ്പോൾ ഏതൊക്കെയാ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത് ടേം അല്ലെ? ഇത് 5 ടേമും കൂടി കൂട്ടിയ എത്രയാണ്? 250 ആണ് തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ നടുക്കുള്ള ഇപ്പൊ 5 നമ്പർ ആണെങ്കിൽ ആ നടുക്കുള്ള നമ്പർ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ആ തന്നിരിക്കുന്ന സമ്മിനോട് എത്ര ടേം ഉണ്ടോ അത്രയും ടേമിന്റെ എണ്ണം എന്താണ് കൂട്ടുകയാണ് അല്ല ഡിവൈഡ് ചെയ്യാണ് വേണ്ടത് അല്ലെ? ഇവിടെ എന്താണ് 5 ടേം ഉണ്ട് അല്ലെ? അപ്പൊ 5 ടേമിന്റെ നടുക്കത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 3 ആണ് അല്ലെ? അപ്പൊ തേർഡ് ടേംസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്താൽ തേർഡ് ടേം ഈസ് ഈക്വൽ ടു ഇതിന്റെ മൊത്തം ടോട്ടൽ എത്ര തന്നിരിക്കുന്നത്? 250 ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 250 ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് തേർഡ് ടേം ഈസ് ഈക്വൽ ടു എന്താ എഴുതാ? തേർഡ് ടേം ഈസ് ഈക്വൽ ടു 250 ബൈ 5 അല്ലെ? 250 ബൈ 5 അല്ലെ? 250 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടുക? 50 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം 50 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ടേം ആണ് എന്ത് തന്നിരിക്കുന്നത്? സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ആണ് എന്ത് 250 തന്നിരിക്കുന്നത് അല്ലെ? ഈ ടേമുകളെല്ലാം കൂടി കൂട്ടിയതാണ് എന്ത് 250. അപ്പൊ ആ നടുക്കത്തുള്ള ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ടേമുകളെല്ലാം കൂടി കൂട്ടിയതിന്റെ ഈ നമ്പർ 5 ആണ് അല്ലെ? 5നോട് എന്താക്കുക? ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നടുക്കത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലെ? അപ്പൊ തേർഡ് ടേം ആണ് എന്ത് വരുന്നത്? 250 ബൈ 5 ഇസ് ഈക്വൽ ടു 50 അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും എന്താണ് തേർഡ് ടേമും നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്താ സീക്വൻസ് ചെയ്തി കൂടെ നോക്കാം നമുക്ക് അല്ലെ? അപ്പൊ ഫസ്റ്റ് ടേം എന്താണ്? 10 ആണ്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് രണ്ടാമത്തെ ടേം അറിയൂല അല്ലെ? ഇനി മൂന്നാമത്തെ ടേം എന്താണ്? 50 ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 50 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെ ആവുമ്പോ നമുക്ക് എന്താണ് 50. ഇനി നമുക്ക് നടുക്കത്തെ ഈ രണ്ടാമത്തെ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടി കൂട്ടിയിട്ട് എന്താണ് രണ്ടിനോട് എന്താക്കുക? ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ 10 പ്ലസ് 50 എത്രയാണ്? 60. 60 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 30 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ടേമും കിട്ടി. ഇപ്പൊ സെക്കൻഡ് ടേമും തേർഡ് ടേമും കിട്ടി അല്ലെ? ഇനി നമുക്ക് ഒരു നമ്പർ കൂടെ എഴുതിക്കൂടെ? സീക്വൻസ് ചെയ്താനല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ 10, 30, 50 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താ ഇനി അടുത്ത നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ? അപ്പൊ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെ? 30 മൈനസ് 10 എത്രയാണ്? 20 അല്ലെ? അതുമാതിരി 50 മൈനസ് 30 എന്ന് പറഞ്ഞാലും 20 അല്ലെ? അപ്പൊ 20 എന്ത് ഇതിന്റെ കോമൺ ഡിഫറൻസ്. അപ്പൊ 20 ആഡ് ചെയ്ത് പോയാൽ മതി അല്ലെ? അപ്പൊ 50 പ്ലസ് 20 എത്രയാണ്? 70 അല്ലെ? 70 പ്ലസ് 20 എത്രയാണ്? 90 അല്ലെ? എക്സെട്ര അങ്ങനെ പോകും അല്ലെ? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ? ഫസ്റ്റ് ടേം 10ഉം സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് എത്രയാണ്? 250 ആണെങ്കിൽ അതിൽ ആ സീക്വൻസ് ചെയ്തു എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണോ നോക്കാം. ഫസ്റ്റ് 5 ടേംസ് 1, 2, 3, 4, 5 ഈ 5ഉം കൂടി കൂട്ടിയ 250 അല്ലേ കിട്ടുന്ന നോക്കൂ. 90 പ്ലസ് 10 100, 100 പ്ലസ് 70 170, 170 പ്ലസ് 30 200, 200 പ്ലസ് 50 250. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത് നോക്കാം നമുക്ക്. Then write 3 arithmetic sequence with the sum of the first 7 terms as 70. എന്താണ് 3 arithmetic sequence എഴുതാനാണ്. 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതണം അല്ലെ? ഒരു സീക്വൻസ്, 2 സീക്വൻസ്, 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഈസ്
70 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് 7 ടേംസ് അല്ലേ. അപ്പൊ ഫസ്റ്റ് 7 ടേംസ് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം കാണാൻ സിമ്പിൾ അല്ലേ. ആ സമ്മിനോട് ആ നമ്പർ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഈ 7ന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് എഴുതി നോക്കിയാൽ 1 2 3 4 5 6 സോറി നമുക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം അല്ലേ. അപ്പൊ ഈ 7th ടേം തന്ന് 7th ടേമിന്റെ ഈ ടേമുകളൊക്കെ പ്ലസ് ചെയ്താൽ 70 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ഫസ്റ്റ് ടേമുള്ളതും സെക്കൻഡ് ടേമുള്ളതും തേർഡ് ടേമിലുള്ളതും ഫോർത്ത് ടേമിലുള്ളതും ഫിഫ്ത്ത് ടേമിലുള്ളതും സിക്സ്ത് ടേമിലുള്ളതും 7th ടേമിലുള്ള എല്ലാ നമ്പറും കൂടി സം ചെയ്താൽ 70 കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡിൽ ടേം കാണാൻ നമുക്കറിയാം എന്ത് ഈ സമ്മിനോട് ഈ നമ്പർ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാന്ന് നോക്കിയേ, നോക്കൂ ഫോർത്ത് ടേം ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം അല്ലെ. ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു എന്താ, ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 7 അല്ലെ. 70 ഡിവൈഡഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ 7 എത്രയാണ് 10 അല്ലെ. അപ്പൊ നമുക്ക് ഫോർത്ത് ടേം കിട്ടി, 10 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 3 അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതെന്താണ്, ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എടുത്ത് തന്നിട്ടൊന്നുമില്ല അല്ലെ, വേറെ ഒന്നും തന്നില്ല. അപ്പൊ 3 സീക്വൻസ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമൺ ഡിഫറൻസ് എടുക്കാം അല്ലെ. ഒന്നാമത് ഞാൻ എടുക്കുന്നത് എന്താണ്, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2 ആണ് എടുക്കുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2 എടുക്കുമ്പോൾ അതിന്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, അരിത്മെറ്റിക് സീക്വൻസ് ഫോർത്ത് ടേം 10 അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് ടേം 10 ആണെങ്കിൽ നമുക്ക് എന്താണ് ഫിഫ്ത്ത് ടേമും സിക്സ്ത് ടേമും ഒക്കെ ഒന്ന് എഴുതി വെക്കുക. 10 + 2 എത്രയാണ്, ഫസ്റ്റ് ടൈം എഴുതുന്നില്ല, 1 3 4 നാലാമത്തെ ടേമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, നാലാമത്തെ ടേം 10 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, നാലാമത്തെ ടേം 10. നമുക്ക് തേർഡ് ടേം അറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, ഫസ്റ്റ് ടേമും അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് 2 എടുത്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ 10 കഴിഞ്ഞുള്ള നമ്പറിലൊക്കെ 2 കൂട്ടിപ്പോവുക അല്ലേ. അപ്പൊ 10 + 2 എത്രയാണ് 12, 12 + 2 എത്രയാണ് 14 അല്ലേ. അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇനി ഇവിടെ നമുക്ക് എന്താണ് ഈ 10ന്റെ ഇപ്പുറത്തുള്ള നമ്പർ കാണാൻ നമ്മൾക്ക് എന്താ ചെയ്യുക, നമുക്ക് ഇപ്പുറത്ത് മൈനസ് ചെയ്ത് പോയാൽ മതി അല്ലേ. 10 - 2 എത്രയാണ് 8 അല്ലേ. അപ്പൊ 8 എന്ന് എഴുതി ഇവിടെ. ഓക്കെ, 8 എഴുതി. ഇനി 8 - 2 എത്രയാണ് 6 അല്ലേ. ഇവിടെ 6 എന്ന് എഴുതി. ഓക്കെ, ഇനി 6 - 2 എത്രയാണ് 4. ഓക്കെ, അപ്പൊ നമ്മുടെ സീക്വൻസ് നോക്കൂ കിട്ടിയത് 4 6 8 10 12 14 അല്ലേ. അപ്പോൾ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. ഫോർത്ത് ടൈം 10 ആയിട്ടില്ല അല്ലേ. ഇത് ഫോർത്ത് ടൈം 10 അല്ലേ, 1 2 3 4 അല്ലേ. ഫോർത്ത് ടൈം 10 അപ്പൊ നമുക്ക് എന്താക്കി ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി അടുത്ത കോമൺ ഡിഫറൻസ് ഞാൻ എടുക്കുന്നത് എത്രയാണെന്ന് അറിയോ, ഒരു 3 ആയിക്കോട്ടെ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 3 എടുക്കുകയാണ് കേട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ വരും, കോമൺ ഡിഫറൻസ് എങ്ങനെ എന്താണ് 3 ആക്കി എടുക്കുന്നതെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എടുക്കും. ഇത് എപ്പോഴും മറക്കരുത്, എന്താണ് ഒരിക്കലും മറക്കരുത്, എന്താണ് നമ്മൾ തന്നിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ, ഫോർത്ത് ടേം എന്ന് പറഞ്ഞിട്ട്, അതെപ്പോഴും 10 ആയിരിക്കണം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്താക്കുന്നത് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം അറിയില്ല, സെക്കൻഡ് ടേമും അറിയില്ല, തേർഡ് ടേമും അറിയില്ല, ഫോർത്ത് ടേം 10 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഫോർത്ത് ടേം 10 ആണെന്നറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കോമൺ ഡിഫറൻസ് 3 എടുത്തുകൊണ്ട് 10 + 3 എത്രയാണ് 13 ആണ് അല്ലേ. 13 + 3 എത്രയാണ് 16 ആണ് അല്ലേ. ഓക്കെ, ഇതങ്ങനെ പോയി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കണ്ടേ. തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്താണ്, ഇപ്പുറത്തേക്കാണെങ്കിൽ എന്താ മൈനസ് ചെയ്തു പോകും അല്ലേ. അപ്പൊ 10 - 3 എത്രയാണ് 7 അല്ലേ. ഓക്കെ, 7 - 3 എത്രയാണ് 4, 4 - 3 എത്രയാണ് 1 1. ഓക്കെ, 1. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ അത്, കണ്ടില്ലേ. അപ്പൊ ഈ ഫോർത്ത് ടേം 10 അല്ലേ നോക്കിയേ, 1 2 3 4, ഫോർത്ത് ടേം 10 അല്ലേ. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ. 1 + 3 4, 4 + 3 7, 7 + 3 10, 10 + 3 13, 13 + 3 60 അല്ലേ, എക്സെട്ര. അത് രണ്ടാമത്തെ അല്ലേ. 3 അരിത്മെറ്റിക് സീക്വൻസ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ അടുത്ത എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ചെയ്യാൻ 10 എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് ചെയ്യാൻ 10 എടുക്കുകയെന്ന് വിചാരിച്ചു. കോമൺ ഡിഫറൻസ് ചെയ്യാൻ എടുക്കുന്നത് ഇവിടെ അവിടെ സ്ഥലം ലേറ്റാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ, നിങ്ങൾ താഴെ എഴുതുക കേട്ടോ. കോമൺ ഡിഫറൻസ് ചെയ്യാൻ 10 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം നമുക്ക് അറിയില്ല
അല്ലേ? സെക്കൻഡ് ടേമും അറിയില്ല, തേർഡ് ടേമും അറിയില്ല, ഫോർത്ത് ടേം 10 ആണ് നമുക്കറിയാം അല്ലേ? ഇനി എന്താണ് ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോവല്ലേ അങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ലേ? അപ്പോൾ 10 + 10 എന്താണ്? 20. 20 + 10 എത്രയാണ്? 30 അല്ലേ? അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? തേർഡ് ടേം അറിയില്ല. ഇപ്പോൾ ഫോർത്ത് ടേം ആണ് 10 അല്ലേ? ഇനി തേർഡ് ടേം എന്താണ്? 10 - 10 അല്ലേ? ഇങ്ങോട്ട് ചെയ്യുമ്പോൾ എന്താ മൈനസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 0. ഓക്കെ, അപ്പോൾ 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പുറത്തുള്ള സെക്കൻഡ് ടേം കാണണം അല്ലേ? സെക്കൻഡ് ടേം കാണണമെങ്കിൽ എന്താണ്? 0 - 10 അല്ലേ? അപ്പോൾ -10 അല്ലേ? -10 വരും അല്ലേ? -10 വരും. ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം കാണാൻ എന്താ നമ്മൾ ചെയ്യാം? ഫസ്റ്റ് ടൈം കാണാൻ നമ്മൾ -10 അല്ലേ? ഓക്കെ, -10 അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് ടൈം കാണാൻ എന്താ നമുക്ക് ചെയ്യാം? -10 - 10 എത്രയാ? -20 അല്ലേ? അപ്പം -20. ഓക്കെ, അപ്പോൾ കിട്ടിയില്ല നമ്മളെ സീക്വൻസ്. ഫസ്റ്റ് 1 2 ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം 10 തന്നെ അല്ലേ? അപ്പോൾ ഫോർത്ത് ടേം 10 കിട്ടി. അപ്പം എന്താണ് കോമൺ ഡിഫറൻസ് 10 ആണെങ്കിൽ നമ്മളെന്താണ് -20 ആണ് ഫസ്റ്റ് ടേമെങ്കിൽ -20 + 10 എന്ന് പറഞ്ഞാൽ -10, -10 + 10 എന്ന് പറഞ്ഞാൽ 0, 0 + 10 എന്ന് പറഞ്ഞാൽ 10, 10 + 10 എന്ന് പറഞ്ഞാൽ 20, 20 + 10 എന്ന് പറഞ്ഞാൽ 30 അങ്ങനെ പോകും. അപ്പോൾ 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എന്താക്കണം? ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അങ്ങനെ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കും റൈറ്റ് ഭാഗത്തേക്കും പോകുമ്പോൾ എന്താണ്? റൈറ്റ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? പ്ലസ് ചെയ്ത് പോവുക. ലെഫ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണ്? മൈനസ് ചെയ്ത് പോവുക അല്ലേ? വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ പ്ലസ് ചെയ്ത് പോവുക, ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ മൈനസ് ചെയ്ത് പോവുക. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The sum of the first 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു ടേമുകൾ കണ്ടുപിടിക്കണം അല്ലേ? ടേമുകൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് അല്ലേ? അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് പറയുമ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അല്ലേ? അതിന്റെ സമ്മാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ മിഡിൽ ടേം എന്താണ്? സെക്കൻഡ് ടേമാണ്. അപ്പോൾ സെക്കൻഡ് ടേം = ആ തന്നിരിക്കുന്ന സം ബൈ എന്താണ്? ആ എണ്ണം ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ സം ഓഫ് 3 ടേം അല്ലേ? 3 ടേം ആകുമ്പോൾ അതിന്റെ മിഡിൽ ടേം പറയുമ്പോൾ സെക്കൻഡ് ടേം അല്ലേ? അപ്പൊ സെക്കൻഡ് ടേം = നമുക്ക് എഴുതാം എങ്ങനെ? സെക്കൻഡ് ടേം = സെക്കൻഡ് ടേം എങ്ങനെയാ തന്നിരിക്കുന്ന? ഫസ്റ്റ് 3 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 30 അല്ലേ? അപ്പോൾ 30/3 അല്ലേ? അപ്പോൾ 30 / 3 എത്രയാണ്? 10. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടേം നമുക്ക് കിട്ടി അല്ലേ? ദെൻ അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? The sum of the first 7 terms is 140 അല്ലേ? അപ്പൊ ഫസ്റ്റ് 7 ടേംസ് എത്രയാണ്? 140. അപ്പൊ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണ്? മിഡിൽ ടേം ഏതാന്ന് നോക്കിയ മക്കളെ? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം അല്ലേ? അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണ്? ഇങ്ങോട്ടേക്ക് 3 ഉണ്ട്, ഇങ്ങോട്ടേക്ക് 3 ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ മിഡിൽ ടേം ഏതാണ്? 4 ആണ് അല്ലേ? അപ്പൊ ഫോർത്ത് ടേം ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഫോർത്ത് ടേം എത്രയാണ്? ഫോർത്ത് ടേം = ഈ സം ബൈ എണ്ണം അല്ലേ? അപ്പൊ ഫോർത്ത് ടേം എന്താണ്? 140/7 അല്ലേ? എത്രയാണ്? 140 / 7 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? അപ്പൊ നമുക്ക് ഫോർത്ത് ടേം എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. കിട്ടിയ മനസ്സിലായല്ലോ? അതിന്റെ മിഡിൽ ടേം കാണുന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ സമ്മ് ബൈ എണ്ണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് ടേം എന്താണ്? 20 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് എ സെക്കൻഡ് ടേം ഓഫ് ദ സീക്വൻസ്? അപ്പൊ സെക്കൻഡ് ടേം നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ? ഇനി വാട്ട് ഈസ് എ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഫോർത്ത് ടേമും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 3 ടേംസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് കിട്ടിയിരിക്കുന്നത്? 10ഉം സെക്കൻഡ് ടേം 10 ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല. ഫസ്റ്റ് ടേം അറിയില്ല. ഇനി സെക്കൻഡ് ടേം എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇനി തേർഡ് ടേം നമുക്ക് അറിയില്ല. അറിയോ? ഇല്ല. ഇനി നമുക്ക് എന്താണ്? ഫോർത്ത് ടേം അറിയാം, 20. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ആണ് നമുക്കറിയാം അല്ലേ? അപ്പൊ അതിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ടീച്ചർ എന്താ പറഞ്ഞത്? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് /2 ചെയ്യുക അല്ലേ? /2 ചെയ്യുക. അപ്പൊ 10 + 20 എത്രയാണ്? 30. 30/2 എത്രയാണ്? 50 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ തേർഡ് ടേം കിട്ടി അല്ലേ? ഇനി ഫസ്റ്റ് ടേം കിട്ടിക്കൂടെ? എങ്ങനെ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അടുത്തടുത്ത നമ്പർ മൈനസ് ചെയ്താൽ എന്താണ്? അതിന്റെ കോമൺ ഡിഫറൻസ് കിട്ടും അല്ലേ? അപ്പോൾ 50 - 10 എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 5 ആണ് അവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ എന്താണ്? അതിന്റെ സീക്വൻസിന്റെ ഇടത് ഭാഗത്ത് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ആ നമ്പർ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 5 ആണ്. അപ്പോൾ 10 - 5 എത്രയാണ്?
5 അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്താണ്? 5, 10, 15, 20 അല്ലേ, എക്സെട്ര. ഓക്കെ, 3 ടേംസ് അല്ലേ, അപ്പോൾ 5, 10, 15. ഓക്കെ, മനസ്സിലായല്ലോ ചെയ്യേണ്ട രീതി? നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റുകളൊക്കെ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായ പോയിന്റുകളൊക്കെ എന്താക്കണം, നിങ്ങളത് എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾ മലയാളത്തിലൊന്ന് എഴുതി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവില്ല, പെട്ടെന്ന് പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഇപ്പം നടുക്കത്തെ ടൈം കാണണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2നോട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ എന്താക്കുക, മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ എക്സാമിൻ്റെ ടൈമിലൊക്കെ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടൂല. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ അപ്പോൾ ഒരു ചെറിയ ബുക്ക് അതിനായിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ഓരോ കിട്ടുന്ന പോയിന്റുകളും നിങ്ങൾ മലയാളത്തിൽ നിങ്ങളതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും കൂടി കൂട്ടിയിട്ട് 2നോട് ഡിവൈഡ് ചെയ്താൽ ഈ മിഡിൽ നമ്പർ കിട്ടും എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. ഇനി 5 ടേമാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ സമ്മും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം ആയ തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്താണ്, ആ സം ബൈ ആ എണ്ണം 5 ചെയ്താൽ എന്താണ്, നമുക്ക് അതിൻ്റെ മിഡിൽ ടേം കിട്ടും, തേർഡ് ടേം കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മലയാളത്തിൽ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ നോക്ക് മക്കളെ, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 150 തന്നിട്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് ആണ് 150 തന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം ആയ തേർഡ് ടേം കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മിഡിൽ ടേം തേർഡ് ടേം അല്ലേ. അപ്പോൾ തേർഡ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് ടേം ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു ഈ 150 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 30 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം എന്ത് കിട്ടി? നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, തേർഡ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത്? 30 എന്ന് കിട്ടി. ഓക്കെ, 30 കിട്ടി. ഇനി നമുക്ക് എന്താ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താണ് ഇവിടെ ചോദിച്ചത്? നോക്ക്, what is the third term of the sequence? അപ്പോൾ തേർഡ് ടേം നമുക്ക് കിട്ടി അല്ലേ. വാട്ട് ഈസ് ദ 8th ടേം ഓഫ് ദ സീക്വൻസ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 8th ടേം എന്താണ്? 8th ടേം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോക്കൂ, നമ്മൾ എന്താ ചെയ്യുന്നത് നോക്ക്. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ് എന്ത്? 150 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് 8th ടേം അല്ല കണ്ടേ, ഇതൊന്ന് കേട്ടോ, ഒന്നാമത്തത്. ഓക്കെ, ഇത് 2 തന്ന എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് തന്നിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് തന്നിട്ടുണ്ട്, തേർഡ് ടേം നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? 8th ടേം ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം എന്ത്? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് 4th ടേം പ്ലസ് 5th ടേം 6th ടേം 7th ടേം 8th ടേം 9th ടേം 10th ടേം ഇസ് ഈക്വൽ ടു അതായത് 550 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ ഇടുന്നത് എങ്ങനെയാ വെച്ചാൽ സം ഓഫ് 6th term plus 6th term plus 7th term plus 8th term plus 9th term plus 10th term is equal to എങ്ങനെയാ? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് മൈനസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എഴുതി കൂടെ എഴുതാം അല്ലേ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എത്രയാണ്? 550 അല്ലേ. 550 ആണ്. 550 മൈനസ് പിന്നെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് പറഞ്ഞാൽ എത്രയാണ്? 150 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 550 മൈനസ് 150 എത്രയാണ്? ഈസ് ഈക്വൽ ടു 400 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 6 മുതൽ ഇപ്പോൾ ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് 6th 7th 8th 9th 10th അല്ലേ. ഈ 10th ടേമുകളാണെന്ത്? ഈ 10th ടേമുകളും കൂടി കൂട്ടിയതാണ് എന്ത്? 550 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഫസ്റ്റ് 5 ടേംസ് ആണ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാ ഈ 1 മുതൽ 5 വരെയുള്ള ഇതാണ് എന്ത് വരുന്നത്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഈ ഇത് നമുക്ക് തന്നിട്ടുണ്ട്.
ഈ 5 ടേമിന്റെ സമ്മ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതെല്ലാം കൂടി കൂട്ടിയത് എത്രയാണ്? 550 ആണെന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടിയത് 550. അങ്ങനെയാണെങ്കിൽ 6 മുതൽ 10 വരെ ഉള്ളത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുക? ആ മൊത്തം ടേമിൽ നിന്ന്, മൊത്തം സമ്മിൽ നിന്ന് എന്താണ് ഈ ആദ്യത്തെ ഈ 5 ടേമിന്റെ സമ്മ കൂട്ടിയാൽ പോരെ, അല്ല കുറച്ചാൽ പോരെ. ഈ 6th ടേമും 7th ടേമും 8th ടേമും 9th ടേമും 10th ടേമും കിട്ടണമെങ്കിൽ സം ഓഫ് 10 ടേംസിന് ഈ ഫസ്റ്റ് 5 ടേംസ് കുറച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 6th 7th 8th 9th 10th ഈക്വൽ ടു ഈ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് മൈനസ് ഫസ്റ്റ് 5 ടേംസ്. അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അപ്പോൾ 550 മൈനസ് 150 ഈക്വൽ ടു 400 കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8th ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതിന്റെ ഇപ്പുറത്തുള്ള നമ്പറും ഇപ്പുറത്തുള്ള നമ്പറും സെയിം തന്നെയല്ലേ. അപ്പോൾ ഇത് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 നമ്പറാണ് അല്ലേ. ഈ 5 നമ്പറും കൂടി കൂട്ടിയതാണ് ഇത് 400 എന്ന് കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ മിഡിൽ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ സമ്മിനെ എന്താണ് ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 8th ടേം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 8th ടേം ഇസ് ഈക്വൽ ടു, അപ്പോൾ 8th ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8th ടേം ഇസ് ഈക്വൽ ടു ആ സം എത്രയാണ്? 400 അല്ലേ. അപ്പോൾ 400 കൊണ്ട് എന്താണ് എത്ര എണ്ണം ഉണ്ട്? 6 7 8 9 10 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 5നോട് എന്താക്കുക? ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയ? 80 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8th ടേം നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 8th ടേം നമുക്ക് എന്താണ്? 80 എന്ന് കിട്ടി. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. നമുക്ക് എന്താ 8th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8th ടേം കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് തന്നിട്ടുണ്ട്. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ 6th മുതൽ 10th വരെയുള്ള സം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ എന്താ മൊത്തം 10 ടേമിനെ എന്താണ് ആദ്യത്തെ 5 ടേമിനോട് മൈനസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ. 550 150 കുറച്ചു, അപ്പോൾ 400 കിട്ടി. പിന്നെ അതിൻ്റെ മിഡിൽ ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടുന്ന് എന്താ അതിൻ്റെ സമ്മോണ്ട് എന്താണ് അതിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇത് മൊത്തം എത്ര ഉണ്ട്? 5 എണ്ണം. 1 2 3 4 5 എണ്ണം അല്ലേ. അപ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താക്കുക? ഈ സമ്മിനെ കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ സമ്മ് എന്താണ്? 400 ആണ് അല്ലേ. 400 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 80. അപ്പോൾ 8th ടേം നമുക്ക് കിട്ടിയല്ലോ, 80 എന്ന് കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എന്താ അവിടെ പറയുന്നത്? എന്താ? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇനി എന്താണ്? ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് 3 ടേം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3rd ടേം എന്താണ് നമുക്കറിയാം? 30 എന്നറിയാം. 8th ടേം എത്രയാണ്? 80 എന്നറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ അറിയാമോ? പറഞ്ഞുതരാം. അപ്പോൾ എന്താ ഇവിടെ നോക്കൂ. ഫസ്റ്റ് ടേം നമുക്കറിയില്ല, സെക്കൻഡ് ടേം അറിയില്ല, പിന്നെ 3rd ടേം 30 എന്നറിയാം. അവിടുത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ 4th ടേം അറിയില്ല, 5th ടേം അറിയില്ല, 6th ടേം അറിയില്ല, 7th ടേം അറിയില്ല, 8th ടേം 80 എന്നറിയാം. അതും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? അപ്പോൾ 30ൽ നിന്ന്, അപ്പം ഇത് 3rd ടേം അല്ലേ. 3rd ടേമിൽ നിന്ന് ഈ 8th ടേമിൽ എത്ര എന്നുണ്ടെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യണം? 8 എന്താണ് 8ാമത്തെ ടേം അല്ലേ. 8ന്ന് എന്താണ് 3ാമത്തെ ടേം. 8ന്ന് 3 കുറച്ച് 5 ടേം എന്താക്കണം? ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് 5 ടേം അല്ലേ. അതായത് ഈ 3rd ടേമിൽ നിന്ന് 8ാമത്തെ ടേമിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്? ആ 3ാമത്തെ ടേമിനോട് 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 3ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലേ. 30ൽ നിന്ന് നമുക്ക് എന്താക്കുക? 30നോട് എന്താണ് 5 കോമൺ ഡിഫറൻസ് അല്ലേ. 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 8ാമത്തെ ടേമായ 80 കിട്ടുക. മനസ്സിലായോ? അപ്പം ഇതിനോട് 5 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ഈ 8ാമത്തെ ടേമായ 80 കിട്ടുക അല്ലേ. ഇനി നമുക്ക് എന്താക്കാം? ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാം? എന്താണ് ഈ പ്ലസ് 30ന് ഈക്വൽറ്റിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി? മൈനസ് ആവും അല്ലേ. അപ്പോൾ 5D ഇസ് ഈക്വൽ ടു 5D ഇസ് ഈക്വൽ ടു 80ന്ന് 30 കുറയ്ക്കുക അല്ലേ. ആ ഈക്വൽറ്റിന് അപ്പുറത്തുള്ള നമ്പറിനെ അവിടെ വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് ഈക്വൽറ്റിന് അപ്പുറത്തുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 80ന്ന് 30 കുറച്ച് എത്രയാണ്? 50 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ? ഡി ഈക്വൽ ടു അല്ലേ. കോമൺ ഡിഫറൻസ് ഡി അല്ലേ. അപ്പോൾ ഡി ഈക്വൽ ടു എന്താണ്? ഈ ഇൻറ്റു 5 അല്ലേ. ഇതിൻ്റെ കൂടുതലുള്ള 5D എന്നല്ലേ. 5 ഇൻറ്റു ഡി അല്ലേ. അപ്പോൾ ഈ ഇൻറ്റു ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? ഡിവൈഡ് ആവും. അപ്പോൾ ഈക്വൽറ്റിന് അപ്പുറത്തുള്ള നമ്പർ ആദ്യം എഴുതണം അല്ലേ. 50 ഡിവൈഡഡ് ബൈ 5 അല്ലേ. ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 50 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 10. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതാ? ഇതിലുള്ളത് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ താഴെ എഴുതുന്നത് എന്താ? ഇവിടെ 30 അല്ലേ.
അപ്പോൾ 30നോട് കോമൺ ഡിഫറൻസ് 10 കൂട്ടുകയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി 30നോട് 10 കൂട്ടി എത്രയാ 40. ഇവിടെ 40 എഴുതാ. പിന്നെ അടുത്തത് നമുക്ക് 40 പിന്നെ അടുത്ത 50 അല്ലേ. അത് 50 എഴുതുക. 40നോട് 10 കൂട്ടി 50. ഓക്കെ, 50നോട് 10 കൂട്ടി എത്രയാണ് 60. 60നോട് 10 കൂട്ടി എത്രയാണ് 60നോട് 10 കൂട്ടിയാൽ 70. 70നോട് 10 കൂട്ടി എത്ര 80. അതവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് എഴുതണം അല്ലേ. സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും എഴുതണം അല്ലേ. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കുറച്ച് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ 30നോട് 10 കൂട്ടി എത്രയാണ് 20 അല്ല, കുറച്ചാൽ എത്രയാണ് 20 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേം കിട്ടിയില്ലേ. ഇനി ഫസ്റ്റ് ടേം എന്താണ് ചെയ്യുക, ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ കുറയ്ക്കുക അല്ലേ. 20ന്ന് 10 കോമൺ ഡിഫറൻസ് ആയ 10 കുറച്ചാൽ എത്രയാണ് 10 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളെ സീക്വൻസ് എന്താണ് 10, 20, 30, 40, 50, 60 എക്സെട്ര അല്ലേ. അപ്പോൾ നമ്മളെ സീക്വൻസ് 10, 20, 30, 40, 50 എക്സെട്ര അല്ലേ. ഇതാണ് നമ്മളെന്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ, എന്താണ് അടുത്തത് അതിൽ പ്രായത്തെ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് ആണല്ലേ. അപ്പോൾ 10, 20, 30 എന്ന് എഴുതിയാൽ മതി കേട്ടോ, എക്സെട്ര എന്ന് കൊടുക്കുക. then അടുത്ത എന്താണ് ദ സം ഓഫ് ദ 11th and 21st ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് ദ 16th ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് എന്താ മക്കളെ, സം ഓഫ് 11th 21st ടേമുമാണ് 80 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 11th ടേമും 21st ടേമുമാണ് എന്ത് 80 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതാണ്, 11ന്റെയും 21ന്റെയും ഇടയിലുള്ള നമ്പർ ഏതാ മക്കളെ 16 ആണ് അല്ലേ. നോക്കി നോക്കൂ, 16 അല്ലേ നോക്കിയേ, ടീച്ചർ കാണിച്ചു തരാം. നോക്കൂ, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 അല്ലേ. ഇതാണ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ 21 ടേമിൽ അതിൽ 11th ടേമും 21st ടേമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം ആയിരിക്കുന്നത് ഏതാണ്, ഇപ്പുറത്ത് സെയിം ആവണം പുറത്തും സെയിം ആവണം അല്ലേ. അപ്പോൾ 16ാമത്തെ ടേം അല്ലേ. അപ്പോൾ 16th ടേമാണ് എന്ത് വരുന്നത്, അതിൻ്റെ മിഡിൽ ടേം. അപ്പോൾ 16th ടേം കാണണമെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് അതിൻ്റെ എന്താണ് എത്ര ഈക്വൽ ആയിട്ടുള്ള നമ്പറിൻ്റെ അപ്പുറത്തുള്ളതും ഈക്വൽ ആയിട്ടുള്ള നമ്പറിൻ്റെ അപ്പുറത്തുള്ളതിൻ്റെയും സമ്മിൻ്റെ എന്താണ് സമ്മിനെ 2നോട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് മിഡിൽ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ 11th ടേമും 21st ടേമിൻ്റെയും സമ്മിനോട് എന്താണ് 2 ഡിവൈഡ് ചെയ്താൽ 16th ടേം കിട്ടും അല്ലേ. അപ്പോൾ 16th ടേം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 16th ടേം ഇസ് ഈക്വൽ ടു എന്താ 80/2 അല്ലേ. 80/2 എന്ന് ചെയ്യുക. അപ്പോൾ 80/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇസ് ഈക്വൽ ടു 40 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 16th ടേം 40 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ ആംഗിൾസ് ഓഫ് ആൻ പെൻറ്റഗൺ ആർ ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ്. പെൻറ്റഗണിൽ എന്താണ് പെൻറ്റഗണിലെ ആംഗിൾസ് എന്ന് പറയുന്നതാണ് അരിത്മെറ്റിക് സീക്വൻസിലാണ് ഉള്ളത്. ഇഫ് ദ ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ് വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്താണ് ക്രമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കൂ, നമുക്ക് പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഉണ്ട്, 5 ആംഗിൾ ഉണ്ട് അല്ലേ. അപ്പോൾ 5 ആംഗിളാണിത് പെൻറ്റഗണിനുള്ളത് അല്ലേ. പിന്നെ ആ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 540 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ ഇക്വേഷൻ അല്ലേ n - 2 × 180 അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആംഗിൾ സൈഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾ അല്ലേ. അപ്പോൾ 5 ആംഗിളല്ല, 5 - 2 3 3 × 180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 540 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കി അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ളത് സം ഓഫ് ആംഗിൾ ഓൾ ആംഗിൾസ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 540 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 540 ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ തേർഡ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ 5 ആംഗിൾ അല്ലേ, 5 ആംഗിളിൻ്റെ നടുക്കുള്ളതാണ് തേർഡ് ആംഗിൾ. തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ആ ടോട്ടലിനെ കൊണ്ട് എന്താണ് ആ എണ്ണം ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തേർഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, തേർഡ് ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ് 540/540
540 ബൈ എന്താണ് നമുക്ക് എണ്ണം അല്ലേ 5 അല്ലേ 540 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുക 108 എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കി തേർഡ് ആംഗിൾ 108 എന്ന് കിട്ടി ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 40 വാട്ട് ആർ ദ അതർ ആംഗിൾസ് അതിനാണ് സ്മോളസ്റ്റ് ആംഗിൾ 40 ആണെന്ന് വിചാരിച്ചു അപ്പോൾ സ്മോളസ്റ്റ് അപ്പോൾ എന്താണ് ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ 40 ആണ് വാട്ട് ആർ ദ അതർ ആംഗിൾസ് എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് എന്താണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ആംഗിൾ എത്രയാണ് 14 തന്നിട്ടുണ്ടല്ലേ ആദ്യത്തെ സീക്വൻസിലെ ഫസ്റ്റ് ആംഗിൾ എന്താ 40 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ ഡിഗ്രി എന്ന് എഴുതുക കേട്ടോ പിന്നെന്താണ് തേർഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 108 അല്ലേ അങ്ങനെ ആകുമ്പോൾ മിഡിൽ നമ്പർ ആണെങ്കിൽ എന്താ നമ്മൾ പഠിച്ചിരുന്നത് 40 + 108/2 അല്ലേ അപ്പോൾ 148/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 74 അല്ലേ 74 അല്ലേ ഇനി നമുക്ക് എന്താണ് 3 ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ 3 ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് 4ഉം 5ഉം കണ്ടുപിടിച്ചൂടെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക അതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമ്മളത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക നമുക്കറിയാം എന്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി അല്ലേ അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ് 74 ആണ് അല്ലേ അപ്പോൾ 74ൽ നിന്ന് ഫസ്റ്റ് ടേം എത്രയാണ് 40 അല്ലേ അപ്പോൾ 40 കുറയ്ക്കുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 34 എന്ന് കിട്ടും അത് ശരിയാണോ നോക്കണമെന്നെങ്കിൽ എന്താക്കുക ഈ 108ൽ നിന്ന് എന്താണ് 74 കുറച്ച് നോക്കുക അപ്പോൾ നമുക്ക് 34 എന്നല്ലേ കിട്ടുന്നത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണ് 34 ആണ് കേട്ടോ ഇനി നമുക്ക് എന്താക്കുക അടുത്ത നമ്പർ കണ്ടുപിടിക്കുക അല്ലേ ഇങ്ങനെ 100 ആ കോമൺ ഡിഫറൻസ് കൂട്ടി പോയാൽ മതി അല്ലേ അപ്പോൾ 108 പ്ലസ് കോമൺ ഡിഫറൻസ് എത്ര 34 അല്ലേ എത്രയാ അപ്പോൾ 34 കിട്ടുമ്പോൾ 142 എന്ന് കിട്ടും ഓക്കെ ഇനി അടുത്ത എന്തായിരിക്കും 142 പ്ലസ് 34 ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 176 എന്ന് കിട്ടും ഓക്കെ 176 എന്ന് കിട്ടിയില്ലേ അപ്പോൾ നമ്മളെ 5 ആംഗിൾ ഏതാണ് ഇതാണ് അല്ലേ 40 + 74 + 40 74 180 142 176 അല്ലേ ഇത് ശരിയാണോ നോക്കണം എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ സമ്മ് എല്ലാം കൂടി 540 ആണല്ലേ നോക്കിയേ നമുക്ക് നോക്കൂ 40 പ്ലസ് നമുക്ക് ശരിയാണോ നോക്കുകയാണ് കേട്ടോ 74 പ്ലസ് 108 പ്ലസ് പിന്നെന്താണ് 142 പ്ലസ് 176 540 അല്ലേ കിട്ടുന്നത് ആണ് അല്ലേ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയാൽ 540 കിട്ടിയാൽ എന്താണ് ഇതാണ് നമ്മളെ ആ ആംഗിൾ അല്ലേ അരിത്മെറ്റിക് സീക്വൻസിൽ ഈ പെൻറ്റഗണിൻ്റെ ആംഗിൾ എന്താണ് പെൻറ്റഗണിൻ്റെ ആംഗിൾ വെച്ചിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് ഇതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36 ആവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കാണുക അല്ലേ ചെറിയ ആംഗിൾ എന്താണ് 40 എടുത്തേ പകരം ഇവിടെ എന്താക്കുക 36 എടുക്കുക ഓക്കെ പിന്നെ നമുക്കറിയാം എന്ത് നമുക്ക് തേർഡ് ആംഗിൾ എന്താണ് 108 ആണ് അല്ലേ സെക്കൻഡ് ആംഗിൾ നമുക്കറിയില്ല ഓക്കെ അപ്പോൾ തേർഡ് ആംഗിൾ 108 ആണ് അപ്പോൾ നമുക്ക് മിഡിൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അത് രണ്ട് സമ്മ് ചെയ്യുക അല്ലേ അപ്പോൾ 36 പ്ലസ് 108 ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 144 എന്ന് കിട്ടും അല്ലേ 144 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം മിഡിൽ ആംഗിൾ കിട്ടണമെങ്കിൽ 2 ഡിവൈഡ് ചെയ്താൽ അതിൽ അപ്പോൾ 72 എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ മിഡിൽ ആംഗിൾ എന്ത് കിട്ടി 72 എന്ന് കിട്ടി അല്ലേ അപ്പോൾ നമുക്കിത് 72 എന്ന് കിട്ടി അപ്പോൾ രണ്ടാമത്തെ ആംഗിൾ കിട്ടിയല്ലോ രണ്ടാമത്തെ ആംഗിളും കിട്ടി മൂന്നാമത്തെ ആംഗിളും കിട്ടി അല്ലേ ഇനി നമുക്ക് നാലാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക നാലാമത്തെ എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുക അല്ലേ അപ്പോൾ സെക്കൻഡ് ടേം എത്രയാണ് 72 മൈനസ് 36 ചെയ്താൽ എന്താ കിട്ടുക 36 ആണ് അല്ലേ ഓക്കെ 72 മൈനസ് 36 എത്രയാണ് 36 തന്നെ ഇനി അത് ശരിയാണോ നോക്കണമെങ്കിൽ എന്താണ് 108നോട് ആ 72 മൈനസ് ചെയ്യുക 36 എന്നല്ലേ കിട്ടുന്നു നോക്കുക അപ്പോൾ 36 തന്നെ അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ് 36 ആണ് അല്ലേ ഇനി എന്താക്കുക ഈ കോമൺ ഡിഫറൻസ് കൂട്ടി പോവുക അല്ലേ അപ്പോൾ നമുക്ക് എന്താ 36 പ്ലസ് 36 72 പ്ലസ് 36 108 പ്ലസ് 36 എത്രയാണ് 144 അല്ലേ അപ്പോൾ 144 എന്ന് കിട്ടുന്നത് ദെൻ ഇനി അടുത്തത് എന്താണ് 144 പ്ലസ് 36 എത്രയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടി പോകണം അല്ലേ 180 കിട്ടും അല്ലേ അപ്പോൾ എന്താണ് നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെ കിട്ടി ഇനി ഇത് 36 ആണോ ചെക്ക് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടണം 540 കിട്ടണം എന്നാലേ നമുക്ക് 36 ഇതിലത്തെ ആംഗിളാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കുക ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക 36 പ്ലസ് 72 പ്ലസ് പിന്നെ 108 പ്ലസ് പിന്നെ 144 പ്ലസ് 118 ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് 540 ആണോ കിട്ടുന്നത് നോക്കൂ ആണല്ലേ അപ്പോൾ നമുക്ക് എന്താണ് 36 ഡിഗ്രി എന്താണ് ആ ആംഗിളിലുള്ള സ്മോളസ്റ്റ് ആംഗിൾ ആണല്ലേ ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ